അങ്ങനെ എമ്പുരാൻ്റെ പുലർച്ചെ 3 മണിക്കത്തെ ആദ്യത്തെ ഷോ തന്നെ കാണാനായിട്ട് 2:30 ആയപ്പോൾ ഞങ്ങളുടെ റിയാദിലെ വനിത തിയേറ്റർ ആയിട്ടുള്ള ഞങ്ങളുടെ സ്വന്തം റീൽ സിനിമാസിലാണ് ഇപ്രാവശ്യവും വന്നിരിക്കുന്ന സിനിമ കാണാനായിട്ട്. തിയേറ്റർ ഫുള്ള് എമ്പുരാൻ മയമാണ്. ടോട്ടലി എല്ലാവരും കാണുന്നവരെല്ലാവരും ബ്ലാക്ക് ഷർട്ടാണ് ഇട്ടേക്കുന്നത്, എല്ലാവരും ബ്ലാക്കിൽ, കൂടെ ഞങ്ങളും ബ്ലാക്കിൽ തന്നെയാണ് കേട്ടോ. എന്തായാലും സിനിമ കാണാനായിട്ട് ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണ്. കാരണം അവിടെ ഫുള്ള് എമ്പുരാനെ കുറിച്ചുള്ള പാട്ടുകൾ, സ്ക്രീനിൽ ഫുള്ള് എമ്പുരാൻ, ഫുള്ള് ടോട്ടൽ എമ്പുരാൻ മയമാണ്. അത് ഇങ്ങോട്ട് കണ്ടു കഴിഞ്ഞപ്പോൾ അറിയാമല്ലോ, ഫുള്ള് എങ്ങനെയെങ്കിലും അകത്ത് കയറി സിനിമ കാണാനായിട്ട് മുട്ടി നിൽക്കുകയാണ്. അങ്ങനെ കട്ട പോസ്റ്റ് അടിച്ച് ഫോട്ടോസൊക്കെ എടുത്ത് ഇങ്ങനെ നിൽക്കുകയാണ് ഞങ്ങൾ. രാജ് പറഞ്ഞു എല്ലാവരും ബ്ലാക്ക് കോഡ് വേണമെന്ന്. എല്ലാവരും ബ്ലാക്ക് കോഡിൽ തന്നെ വന്നിട്ടുണ്ട്. ഇനി പടം കയറി കണ്ടു കഴിഞ്ഞിട്ട് എന്താണെന്നുള്ള അഭിപ്രായം ഉടനെ തന്നെ പറയുന്നതായിരിക്കും. പക്ഷെ പടം കണ്ടു കഴിഞ്ഞിട്ട് അതിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ അല്ലെങ്കിൽ വില്ലൻ ആരാണ്, ഇത് കാണാനായിട്ടാണ് എല്ലാവരും വന്നേക്കുന്നത്. പക്ഷെ വില്ലൻ ആരാണെന്ന് ഞങ്ങൾ പറയത്തില്ല, അത് എന്ത് ചെയ്താലും പറയത്തില്ല. ബാക്കിയുള്ള കാര്യങ്ങൾ പറഞ്ഞുതരാം. അങ്ങനെ സിനിമ കഴിഞ്ഞു. ആ എൻ്റെ ടൈറ്റിൽ കാർഡ് ഫുള്ളായിട്ട് കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് പേര് എഴുന്നേറ്റ് പോയതല്ലാതെ അവിടെ കുറേ ആളുകൾ അവിടെ തന്നെ ഇരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ അവർ പടം തീർന്നു എന്ന് വിശ്വാസം വന്നിട്ടില്ല അവർക്ക്. അതാണ് നടന്നിരിക്കുന്നത്. ഇത്രയും വലിയൊരു സിനിമ ശരിക്കും പറഞ്ഞ ഒരു കയ്യടി പോലും ഇല്ലാതെയാണ് ആളുകൾ എഴുന്നേറ്റ് പോയത്. അപ്പോൾ രാത്രി പോയ പടം കാണാൻ കയറി വെട്ടം വീണു പടം കണ്ടു കഴിഞ്ഞപ്പോഴത്തേന്. പിന്നെ ആദ്യം തന്നെ പറയാം, ഈ ഒരു വീഡിയോ കണ്ടിട്ട് എന്നെ നന്നാക്കാനായിട്ട് അല്ലെങ്കിൽ റമദാനിൽ ഞാൻ സിനിമ കാണാൻ പോയി അല്ലെങ്കിൽ അതിനെതിരെ എന്ന് പറഞ്ഞുകൊണ്ട് കമന്റ് ഇട്ടുകൊണ്ട് ഒരുത്തനും വരാനായിട്ട് നിൽക്കരുത്. ഇൻസ്റ്റാഗ്രാമിലാണ്, ഫേസ്ബുക്കിലാണ്. ഒരു 3 ദിവസം കൂടെ കഴിഞ്ഞ് നോമ്പ് കഴിഞ്ഞിട്ട് മാത്രമേ എന്നെ നന്നാക്കാനായിട്ട് വരാവുള്ളൂ. പക്ഷെ ഞാൻ സിനിമ കണ്ടു, ഞങ്ങൾ എല്ലാവരും സിനിമ കണ്ടിട്ടാണ് നിൽക്കുന്നത്. ആദ്യം പറയാനുള്ളൊരു ഫസ്റ്റ് കാര്യം, പടം തുടങ്ങുന്നത് തന്നെ നല്ല രീതിയിൽ എല്ലാവർക്കിട്ടും കൊട്ടുന്നുണ്ട്. അതായത് എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാർക്കിട്ടും ഈ വർഗീയത പറയുന്നവരിട്ടും ഇതൊക്കെ കാണുന്ന സംഖ്യകളിൽ എത്ര പേര് ഇതൊക്കെ അംഗീകരിക്കും. ആദ്യം തന്നെ ചിലപ്പോൾ പടത്തിൽ നിന്ന് ഇറങ്ങി പോകാനുള്ള സാധ്യത ഞാൻ കാണുന്നുണ്ട്. കാരണം ഏറ്റവും ആദ്യത്തെ പണി അവർക്കിട്ടാണ്. പിന്നെ ഓരോരുത്തർക്കിട്ടും നല്ല രീതി, അതായത് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ നടക്കുന്ന പല കാര്യങ്ങളെയും നല്ല രീതിയിൽ ഇതിനകത്ത് കാണിച്ചിട്ടുണ്ട്. അത് സ്ട്രെയിറ്റ് ആയിട്ട് അല്ലെങ്കിൽ പോലും നമ്മുടെ നാട്ടിലെ പൊളിറ്റിക്സ് വളരെ നന്നായിട്ട് ഇതിനകത്ത് കാണിച്ചിട്ടുണ്ട്. പിന്നെ സിനിമയെ കുറിച്ച് പറയാനുള്ളത്, ടെക്നിക്കൽ വൈസ് ഭയങ്കര പെർഫെക്റ്റ് ആണ് എന്ന് പറയാം. എന്ന് വെച്ചാൽ നമ്മുടെ മലയാള സിനിമയിൽ നമ്മൾ കാണാത്ത ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റും. പിന്നെ അഭിപ്രായം, എല്ലാവരോടും അഭിപ്രായം ചോദിച്ചു. എന്നുവെച്ചാൽ പല ആളുകൾക്കും പല അഭിപ്രായമാണ്. എൻ്റെ അഭിപ്രായം പൊളിച്ചിട്ടുണ്ട് എന്തായാലും. പിന്നെ പറയാനുള്ളത് എന്താ, മലയാള സിനിമയിൽ ഇങ്ങനൊരു ഷോർട്സ് ഒന്നും കണ്ടിട്ടില്ല, അധികം ഒന്നും കണ്ടിട്ടില്ല. ജോഷിയോട് തന്നെ പറയാനുള്ളത് ഒക്കെ കണ്ടിരിക്കാൻ കുഴപ്പമില്ല. പക്ഷേ ലൂസിഫറുമായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെടുന്നത് ലൂസിഫറെ ഇഷ്ടപ്പെടുന്നത്. പിന്നെ രണ്ടാമത്തെ കുറച്ച് ലൊക്കേഷനും അങ്ങനെ ടെക്നിക്കലി നല്ല ഇതായിരുന്നു, നല്ലൊരു ഇതുണ്ടായിരുന്നു. ഞാനിത് പറയാൻ കാരണം, ഒരു മിനിറ്റ്, ഞാൻ കഴിഞ്ഞ വീഡിയോ ചെയ്ത സമയത്ത് ഞാൻ പറഞ്ഞിരുന്നു, ലൂസിഫറിന്റെ ട്രെയിലർ കണ്ടതിന് ശേഷം എനിക്ക് ഫീൽ ചെയ്ത കേസ്, ഈ പറയുന്ന രീതിയിലുള്ള ഭയങ്കര ഹൈപ്പ് കൊടുത്ത് വരുന്ന അത്രയും വലിയൊരു മാസീവ് ഹിറ്റ് ആകാനുള്ള സാധ്യതയില്ല. കാരണം ലൂസിഫർ എന്നൊരു പടത്തിന്റെ അത്രയും പോലും ഹിറ്റ് ആകുമെന്ന് സംശയമുണ്ടെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. ഞാനിപ്പോൾ ഇതിനകത്തൊരു വീഡിയോ ആഡ് ചെയ്യാം. കാരണം ഇവിടെ ഈ തിയേറ്ററിൽ ഇന്ന് തന്നെ മോഹൻലാൽ ഫാൻസ് അസോസിയേഷന്റെ ആൾക്കാരുണ്ടായിരുന്നു. അവരോട് ഞാൻ ചോദ്യം ചോദിച്ചിട്ട് പോലും അവർക്ക് പോലും മറുപടി അതിന് തരാനുള്ള അവരുടെ മനസ്സ് മരവിച്ചു പോയി. കാരണം അവരൊന്നും പ്രതീക്ഷിച്ച് അത്രയും വന്നില്ല ഈ പടത്തിനകത്ത് നിന്നുള്ള എൻ്റെ പേഴ്സണൽ അഭിപ്രായമാണ്. അതായത് ഞാൻ മുമ്പേ ഇവരോട് പറഞ്ഞ പോലെ തന്നെ, നമ്മൾ നല്ലൊരു കഥ വായിച്ചുകൊണ്ടിരുന്നിട്ട് പെട്ടെന്ന് അതിൻ്റെ ഒരു 10-25 പേജ് ആരെങ്കിലും കീറിക്കൊണ്ട് പോയാൽ എങ്ങനെ ഇരിക്കും? ആ ഒരു സ്റ്റക്കിൽ നമ്മൾ നിൽക്കുകയാണ്. ലൂസിഫർ 1 കണ്ടു കഴിഞ്ഞാൽ നമുക്കൊരു ഇതുണ്ട്, ലൂസിഫർ 2 എന്താണ്, എമ്പുരാൻ എന്താണെന്ന് കാണാനായിട്ട് നമുക്ക് ഒരു മനസ്സിലൊരു ത്വരയുണ്ടാവും. പക്ഷെ ഈ പടം കണ്ടു തീർന്ന് L3 എഴുതി കാണിക്കുമ്പോൾ L3 കാണാനായിട്ടുള്ള ആ ഒരു ത്വര എനിക്കുണ്ടായിട്ടില്ല. കാരണം നമ്മൾ ഈ ഒരു L2 കണ്ടത്, ഇപ്പോൾ ആ ഒരു ഡ്രാഗൺ ജാക്കറ്റ് ഇട്ടിട്ടുള്ള ഒരാള്, അയാൾ ആരാണെന്ന് അറിയാനായിട്ട് നമുക്കൊരിതുണ്ടായിരുന്നു. ഈ സിനിമയിൽ നിങ്ങൾ പ്രതീക്ഷിച്ച ഒന്നും അല്ല സംഭവിക്കാൻ പോകുന്നത്. നിങ്ങൾ ലാസ്റ്റ് വരെയും ആ ഒരു ആളെ വേണ്ടി കാത്തിരിക്കേണ്ടി വരും. പിന്നെ പടം കൊള്ളത്തില്ല എന്നല്ല ഇതിന്റെ അഭിപ്രായം പറയുന്നത്. പടം ആവറേജ്, കണ്ടിരിക്കാം, ഒരു വട്ടം കണ്ടിരിക്കാം. മോഹൻലാൽ ഫാൻ ആയിട്ടുള്ള ഒരാൾക്ക്, അതായത് ഞാൻ പറഞ്ഞ മോഹൻലാലിനെ ഇഷ്ടപ്പെട്ട, മോഹൻലാലിന് വേണ്ടി കൈയടിക്കുന്ന ആൾക്ക് ഉറപ്പായിട്ടും കൈയടിക്കാനുള്ള കുറേ സാധനങ്ങൾ സിനിമ മുഴുവനായിട്ടും കൈയടിക്കാനായിട്ടുള്ള കുറേ സാധനങ്ങൾ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്.
പൃഥ്വിരാജ് ആയാലും. പിന്നെ ഇതിന്റെ എടുത്തു പറയേണ്ട 1-2 കാര്യങ്ങൾ എന്താണ്, ഇതിനകത്തെ ഓരോ കഥാപാത്രങ്ങൾ അവതരിപ്പിക്കാനായിട്ട് സെലക്ട് ചെയ്തിരിക്കുന്ന ആൾക്കാർ എക്സ്ട്രാ പെർഫെക്റ്റ് ആണ്. ഓരോ ക്യാരക്ടറിനും പറ്റിയ ആളുകളെയാണ് ഇതിനകത്ത് സെലക്ട് ചെയ്ത് എടുത്തിരിക്കുന്നത്. അങ്ങനെ കുറച്ച് നല്ല കാര്യങ്ങളുണ്ട്, ഇല്ലാന്ന് ഞാൻ പറയില്ല. കാണാം, കണ്ടിരിക്കാം. ഉറപ്പായിട്ടും ഒരു വട്ടമെങ്കിലും നിങ്ങൾ കാണണം പടം. കാരണം അതിന് മാത്രം എഫേർട്ട് ചെയ്തിട്ടുണ്ട് പടം, അതുപോലെ എഫേർട്ട് എടുത്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. അത്രേ ഉള്ളൂ എനിക്ക് പറയാനായിട്ടുള്ളത്. എന്തായാലും കൊള്ളായിരുന്നു, അത്രേ ഉള്ളൂ. ലാലേട്ടൻ ഫാൻസ് ഒന്ന് നിന്ന് ഒരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾ സിനിമയെ കുറിച്ച് എന്നാ പറയുന്നത്? ലൂസിഫർ ഓർ എമ്പുരാൻ പറയേ. അല്ല, ഞാനിന്ന് കുറെ തെറി കേട്ടോ, അതുകൊണ്ട് ഞാൻ ചോദിക്കുന്ന. നിങ്ങൾ തന്നെ പറയും, അഭിപ്രായം പറയും. ലൂസിഫർ ഓർ എമ്പുരാൻ അത് പറഞ്ഞാൽ മതി. അല്ല, അങ്ങനല്ലേ, ഏതാണ് നിങ്ങൾക്ക് തോന്നുന്നത്? ഫസ്റ്റ് അതാണോ ഇതാണോ ബെറ്റർ ആയിട്ട് ഫീൽ ചെയ്തത്? അതൊക്കെ ഞാൻ ചോദിക്കുന്നത് പേഴ്സണലി ഇഷ്ടപ്പെട്ട പടം ലൂസിഫർ ഓർ എമ്പുരാൻ? എനിക്ക് മനസ്സിലായി. ഞാൻ ചോദിക്കുന്നത് ലൂസിഫർ ഓർ എമ്പുരാൻ. ഞാൻ നിങ്ങൾ ഇങ്ങനൊരു സംഭവം ഇവിടെ ഉണ്ടെന്ന് തന്നെ ഇപ്പോഴാണ് ഇവിടെ കാണുന്നത്. ആദ്യമായിട്ടായിരുന്നു നിങ്ങൾ റിയാദിൽ ഇങ്ങനെ ഒരു ഗ്രൂപ്പ് ഉണ്ടെന്ന് തന്നെ. കാരണം ഞാൻ വീഡിയോ ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു, ട്രെയിലർ കണ്ടിട്ട് എനിക്ക് ലൂസിഫർ ആയിരിക്കും ബെറ്റർ, അത്രയും വരുമെന്ന് ഫീൽ ചെയ്യുന്നില്ല എന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു. അതിൻ്റെ താഴെ നല്ല രീതിയിൽ തെറി കേട്ടവനാണ് ഞാൻ. അതുകൊണ്ടാണ് ഞാനത് ചോദിച്ചത്. നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള അഭിപ്രായം കേൾക്കുമ്പോൾ പിന്നെ ഞാൻ വേറെ ഫാൻ്റെ പേര് പറഞ്ഞു എന്നുള്ള ഇത് വേണ്ട, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഞാൻ ഓൾറെഡി ഞാൻ പറഞ്ഞു, ഞാൻ വേറൊരു ഫാനല്ല, ഞാൻ സിനിമ ഇഷ്ടപ്പെടുന്ന ആളാണ്. അതിൻ്റെ പേര് ഞാൻ പറഞ്ഞതാണ്. പക്ഷേ അതിൻ്റെ താഴെ വന്ന കമൻറ്റുകൾ വേറെ, അതുകൊണ്ടാണ് നിങ്ങളോട് ചോദിച്ചത്. ഓക്കെ, വീഡിയോ ഇടുന്നതിന് കുഴപ്പമില്ലല്ലോ അല്ലേ? താങ്ക് യു, ബൈ.